മികച്ച നടനായി പൃഥ്വിരാജ് സുകുമാരൻ മമ്മൂട്ടിയുമായിരുന്നു അവസാന ഘട്ടത്തിൽ മത്സരം. പൃഥ്വിരാജ് സുകുമാരൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മികച്ച നടി 2 പേർക്കാണ് പുരസ്കാരം. ഉർവശിയും ബീന ആർ ചന്ദ്രനും. അന്ന കീർത്തി നമുക്കൊപ്പം ചേരുന്നു എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന്. അന്ന കീർത്തി, ശക്തമായ മത്സരമായിരുന്നു നടന്നത്. അതിനൊടുവിൽ പുരസ്കാരത്തിലേക്ക് ഉയർത്തപ്പെട്ടത് ആരൊക്കെയാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പല സാധ്യതാ പട്ടികളെയും ഓൾമോസ്റ്റ് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പം ഈ പുരസ്കാരങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിക്കുമ്പോൾ മികച്ച നടനുള്ളതിൽ മമ്മൂട്ടിയും പൃഥ്വിരാജുമായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിന്നായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ അപ്പോൾ തന്നെ നമ്മൾ തന്നെ ഒരു കാഴ്ചപ്പാട് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു പൃഥ്വിരാജിനെ ആടുജീവിതത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ആടുജീവിതം എന്നുള്ളൊരു സിനിമ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയിരിക്കുകയാണ്. ഇപ്പം ജൂറി പരാമർശം മുതൽ മികച്ച നടൻ, ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് കളർ, ശബ്ദമിശ്രണം, കലാമൂല്യമുള്ള സിനിമ, മികച്ച അഡാപ്റ്റേഷൻ, മികച്ച സംവിധായകൻ എന്ന് തുടങ്ങി ഒരു പറ്റം അവാർഡുകൾ ടെക്നിക്കൽ സൈഡിലും സിനിമയുടെ പ്രമേയമായി സംബന്ധിച്ച് മേക്കിങ്ങായി സംബന്ധിച്ചുള്ള ഒരു പറ്റ അവാർഡുകൾ ആടുജീവിതം നേടിക്കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് ഉർവശിക്കും, തടവിലെ പ്രകടനത്തിന് ബീന എന്നുള്ള നടിക്കും പുരസ്കാരം സ്വന്തമായിരിക്കുകയാണ്. ഈ ഉള്ളൊഴുക്ക് എന്നുള്ളൊരു സിനിമയിലെ ഉർവശിയുടെ പ്രകടനം എല്ലാവരും ഒരുപോലെ കൈയടിച്ചതാണ്. ലീലാമ്മയായി ഉർവശി അവിടെ അഭിനയിക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകൻ്റെയും ഉള്ളിലൂടെയായിരുന്നു അവരുടെ വേദനകളും അവരുടെ അടക്കി പിടിച്ചുള്ള മകൻ്റെ മരണത്തിലെ വേദനയും മരുമകളോടുള്ള അഞ്ജുവിനോടുമുള്ള സംഘർഷങ്ങളെല്ലാം അവർ എത്ര മനോഹരമായാണ് പകർത്തി വെച്ചതെന്നുള്ളത്. തടവ് എന്നുള്ള ചിത്രം അതുപോലെ തന്നെ ഫെസ്റ്റിവലുകളിൽ ഒരുപാട് ചർച്ചയായ സിനിമയാണ്. IFFKയിൽ പോലും തടവിന് നിറഞ്ഞ സദസ്സുണ്ടായിരുന്നു. ചലച്ചിത്ര മേളകൾക്ക് ശേഷം ഒരുപക്ഷെ ഏറ്റവും ചർച്ചയായ തുടരൂ. നമുക്ക് പുരസ്കാര ജേതാക്കളെ കൂടി ഒന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് റിപ്പോർട്ടറിന്റെ അഭിനന്ദനം അറിയിക്കേണ്ടതുണ്ട്.